നിക്ക് കേറാൻ വരട്ടെ. എന്താ? ആദ്യം ഷെയർ എന്നിട്ട് കയറാം. എന്ത് ഷെയർ? ഈ മാസത്തെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ സകലമാന ബില്ലിന്റെ ഷെയർ. ഞാൻ അതിനൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ. നിന്റെ കാര്യത്തിൽ യൂസ് ഇല്ല. ആദ്യം ഷെയർ എന്നിട്ടേ ഉള്ളൂ യൂസ്. എത്രയാ? 1152. എന്ത് കാണുന്നില്ല? കൊണ്ടേ പുഴുങ്ങി തിന്ന്. ഓ നിനക്ക് ഞാൻ ശരിയാക്കി തരാടി. ഇനി നടക്കപ്പോറത് യുദ്ധം. ഇതേ എന്റെ സ്പേസാ. ഞാൻ ചിലപ്പോ യോഗയും ചിലപ്പോ ഡാൻസ് കളിക്കും. അതൊക്കെ നീ അടി തുടങ്ങി. അയ്യോ എന്ത് പറ്റി? ചെരുപ്പ് നോക്കാണോ? പട്ടിയൊക്കെയുള്ള സ്ഥലമല്ലേ മോളെ, സൂക്ഷിക്കണ്ടേ? എന്റെ പൊന്നാളിയാ, അവളെ ചുട്ടുപൊളുന്ന വെയിലത്തെ ചെരുപ്പിടാതെ പോയി കിട്ടിയ സന്തോഷമല്ലോ, അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതിനേക്കാൾ നല്ലൊരു ഐഡിയ ഞാൻ പറയട്ടെ. എന്താ പറ? നീ എന്തായാലും അവളെ പെണ്ണ് കാണാൻ പോയതല്ലേ, നീ തന്നെ അവളെ കെട്ട്. അങ്ങനെ ആകുമ്പോ അവളുടെ ജീവിതം മുങ്ങിപ്പോലോ. നല്ല വലിച്ച കോമഡി. നീ വെച്ചിട്ട് പോയടാ. ഞാൻ അവള് വരുന്നതിന് മുമ്പേ ഇതിന് പണി ഒപ്പിക്കട്ടെ. അല്ല എന്താ പറ്റിയേ? ഒന്നുമില്ല. ഒന്നുമില്ല ഞൊണ്ടി വരുന്നേ. അപ്പൊ ഞൊണ്ടി എടുക്കുന്ന കണ്ടു, ഒന്ന് പിടിച്ചൂടെ? ബാഗ് പിടിക്കണോ? ആ പിടി. അല്ല എന്ത് പറ്റി? ആരെങ്കിലും എടുത്ത് അടിച്ചാ? പോടോ, ഞാനൊന്ന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത, അപ്പൊ ഒരു വണ്ടി വന്ന് തട്ടി. അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിനക്കെന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല എന്തോ പ്രശ്നമുള്ള പോലെ. അല്ല നിനക്കത് കിട്ടിയാ പോരാ. എന്നെ 3 വർഷം ട്രൂ ലവ് ആണേ നീ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കിയത്. ഓ അതിനുള്ളൊക്കെ പണ്ടേ കിട്ടിയതാ. എന്ത്? ഞാൻ നിന്റെ റിലേഷൻ പൊട്ടിച്ച പോലെ അവൾ എന്റെ റിലേഷനും പൊട്ടിച്ചു, എന്നിട്ട് അവനെ തന്നെ കിട്ടി. ശരിക്കും? ആ ഇമാതിരി പണിയൊന്നും ജീവിതത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകത്തില്ല. നിനക്ക് ഇത്രയും വലിയ പണിയിട്ട് നടന്നെങ്കിൽ ഞാനായിട്ടൊരു പ്രശ്നത്തിൽ എത്തില്ലായിരുന്നു. അല്ല മറ്റേ ചെരുപ്പൊക്കെ എടുത്ത് മാറ്റി വെച്ചതേ. എടാ പട്ടി, നീയാണല്ലേ പട്ടി? അല്ല അതിനൊരു രസത്തിന്. അയ്യോ നമുക്കേ ഒരു കോംപ്രമൈസ് മുമ്പോട്ട് പോയാലോ? എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ടാണല്ലോ നിന്റെ കോംപ്രമൈസ്? അല്ല അത് പിന്നെ സോറി. എന്ത്? അല്ല അത് സോറി. എന്നാ എന്നെ റൂം കൊണ്ടാക്ക്. Get you out of my mind. It's like I feel it for the first time. Been thinking about you all night. I've been searching for this all my life. You're just my type. I've been looking for a boy who can treat me right. You're not here. ഹായ്, ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ഇല്ല, ഇന്ന് ഓഫീസില്ല. ഇന്ന് ചെറിയൊരു ആണുകാണലുണ്ട്. ഓ മുന്നേ ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്റെ 2 മണിക്കൂറാ പോയത്. പയ്യനും വന്നില്ല, ഒരു തേങ്ങയും വന്നില്ല. എന്നാ പിന്നെ ആ പയ്യനത്തിന് ഒന്നുകൂടെ പോയി കണ്ടൂടെ? എന്റെ പട്ടി പോ. അത് പറഞ്ഞപ്പോളാ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? അവൻ വരുന്ന സ്പോട്ട് അയച്ചിട്ടുണ്ട്. പോവാ. പയ്യനിപ്പോ വരും, നമുക്ക് അവിടേക്ക് ഇരിക്കാം. പിന്നെ അവൻ വരുമ്പോ നീ ഒന്ന് മാറി തന്നാ മതി. പ്രൈവസി. അയ്യേ എനിക്കൊന്നും വയ്യ, ഞാൻ പോവാ. അങ്ങനെ പറയല്ലേ, വാ. എന്ത്? വാന്ന്. ചെറുക്കൻ വരല്ലേ? എന്താ? അല്ല
പയ്യനിപ്പോ വരുമെന്ന് ചോദിച്ചതാ. വരും. അല്ല, എന്നൊക്കെ കൂടുതൽ തിരക്കും നിനക്കാണല്ലോ. അല്ല, ഈ പയ്യന്റെ ഫോട്ടോ ഒന്നുമില്ലേ? അയ്യോ, ഫോട്ടോയൊക്കെ ഉണ്ട്. ഒരു വട്ടം ഫോട്ടോ കാണാതെ പോയതാണല്ലോ എന്റെ തെറ്റ്. എവിടെ കാണട്ടെ? അല്ല, ഇത് ഞാനല്ലേ? അതെ, നീ തന്നെ. ഒരു വട്ടം പോസ്റ്റാക്കി ഇരുത്തിട്ട് കടന്നു കളഞ്ഞ അറിയില്ലെന്ന് വിചാരിച്ചോ? അല്ല, അത് പിന്നെ എന്നാൽ ഇതെങ്ങനെ? അമ്മ, ഞാൻ ഓഫീസിലോട് നടന്നോണ്ടിരിക്കാം. പറഞ്ഞോ? ദേ, അന്ന് പറഞ്ഞ പയ്യന്റെ ഫോട്ടോ നിനക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. നീ എന്തായാലും മെനക്കെട്ടതല്ലേ, ഒരു ദിവസം പോയിട്ട് വാ. എടാ, നീയോ? ഫോട്ടോ കാണാതെ വന്ന എന്റെ തെറ്റ് എന്ന് വെച്ച് വീട്ടിൽ കയറുന്ന പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, അപ്പോ അതാണല്ലേ നീ അന്ന് അങ്ങനെ പറഞ്ഞത്. ശരിയാക്കി തരാം. അപ്പൊ നിനക്ക് കാലൊടിഞ്ഞിട്ടില്ല? ഇല്ല. അപ്പൊ നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? എടി ദ്രോഹി, എന്നിട്ടാണ് നിന്റെ തുണി എന്നെ കൊണ്ട് കഴിപ്പിച്ചേ? ആദ്യത്തെ ഒരു ദിവസം പറ്റിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് പക്ഷേ? അല്ല, നീ ഇങ്ങനെ ഒരു പണി എടുക്കുന്നുണ്ടപ്പോ ഒരു മനസ്സുഖം. ശരിയാക്കി തരാം, ശരിയാക്കി തരാം. ആവശ്യമില്ലാതെ പണിയെല്ലാം എടുത്തു ഒരു ആവശ്യമില്ല. നമുക്കൊന്ന് കോംപ്രമൈസ് ആക്കിക്കൂടെ? അപ്പം നിനക്ക് നാണ് കാണലില്ലേ? അതല്ലേ ഇപ്പൊ കഴിഞ്ഞേ. കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ യെസ് ഒന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, എന്താ? അല്ല, എനിക്ക് കാലം വയ്യാത്തോണ്ടല്ലേ നീ എന്നെ ടേക്ക് കെയർ ചെയ്തേ. ഇനിയിപ്പോ മുന്നോട്ടൊന്നും ഇല്ലെങ്കിലോ? അല്ല, ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. അല്ല, ഇന്ന് ഡ്രസ് വാഷ് ചെയ്യുമ്പോ എന്തോ ബുദ്ധിമുട്ട്. എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ രസല്ലേ? മോളത്തെ റൂമിൽ ഭയങ്കര ചൂടാ. ഞാൻ താഴെ വന്ന് കിടക്കാൻ പോവാ. അവിടെ ആകുമ്പം AC ഒക്കെ ഉണ്ടല്ലോ. ആ, അത് കുഴപ്പമില്ല. ഞാൻ ചൂടത്തിടന്നോ? അതെ, മുറിയൊന്നും മാറി കിടക്കണ്ട. ബെഡ് വലുതല്ലേ, കുറച്ച് നീങ്ങി കിടന്നാ മതി.